യേശുവേ സ്തുതി. എൻ്റെ പേര് ജിജോ ജോസ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. 13/8/2023 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞ് 1 വയസ്സ് പ്രായമായപ്പോൾ കുഞ്ഞിനെ നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു അത് സാധാരണ ശരിയായിക്കോളുമെന്ന് ഓർത്ത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. പിന്നീട് കുഞ്ഞിൻ്റെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി വരികയാണ് ചെയ്തത്. കുഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വേയിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നല്ലൊരു വിഷമമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പരിചയത്തിൽ ഒരു ആൻറ്റി കൃപാസന മാതാവിനെ പറ്റിയും ഉടമ്പടിയെ പറ്റിയൊക്കെ പറഞ്ഞത്. അതുവരെ കൃപാസനം പത്രമൊക്കെ കൈ കിട്ടുമ്പോൾ ഒരു വ്യക്തി തരുന്നതാണല്ലോ എന്നോർത്ത് മേടിച്ച് അത് മാറ്റി വയ്ക്കുമായിരുന്നു, ആ ഒരു വ്യക്തിക്ക് വിഷമം വരാതിരിക്കാനായിട്ട്. ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോഴാണ് ശരിക്കും മാതാവിലേക്ക് തിരിഞ്ഞതും കൃപാസന മാതാവ് എന്താണെന്നും ഉടമ്പടി എന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ കാലിൽ പറ്റി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിനു മുമ്പ് പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പോഴും ഡോക്ടർമാർ പറയുന്നുണ്ട് കുഞ്ഞിന് കാലിന് ഒരു പ്രശ്നമുണ്ട്, മസിൽസ് വീക്കാണ്. അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. ഒരു 5 ആശുപത്രിയിലെങ്കിലും കാണിച്ചു. അവിടെ കാണുന്ന ഡോക്ടേഴ്സ് എല്ലാം മസിൽസ് വീക്കാണ്, ഒരു തെറാപ്പി വേണ്ടി വരുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരും പറഞ്ഞത് ഏകദേശം ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുഞ്ഞ് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോവുകയെങ്കിലും എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ കാലിൽ പറ്റി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. 1.5 വയസ്സായപ്പോൾ കുഞ്ഞ് നന്നായി നടക്കാൻ തുടങ്ങി. സഹായമൊന്നും കൂടാണ്ട് കുഞ്ഞ് ഓടി നടക്കാൻ തുടങ്ങി. മാതാവ് വഴി ഈശോ തന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉടമ്പടിയിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ മമ്മിക്ക് ഒരു 10 വർഷം മുമ്പ് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വോക്കൽ കോഡിൻ്റെ അടുത്തുള്ള 2 നെർവുകൾ കട്ടായിപ്പോയി. പിന്നീട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വിക്കലും ചുമയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചു. പെട്ടെന്നൊരു പനി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി, ന്യൂമോണിയായി. ഇതുപോലെ ഈ വോക്കൽ കോഡിൻ്റെ അടുത്തുള്ള നെർവ് കട്ടായി പോയതുകൊണ്ട് ഭക്ഷണം ശ്വാസകോശത്തിൽ വന്ന് ന്യൂമോണിയായി ബാധിച്ചതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി വായിലൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിലൂടെ ട്യൂബിലൂടെയായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്യൂബിട്ട് കുറേ നാൾ ഈ ഇൻഫെക്ഷനൊക്കെ വന്ന് തൊണ്ടയിലൊക്കെ ഇൻഫെക്ഷൻ കൂടി, അതുപോലെ തന്നെ അലർജി വന്നു. പിന്നെ വയറ് തുളച്ച് വയറ്റിലൂടെ വയറ്റിലെ ട്യൂബിലൂടെയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1 വർഷക്കാലം ട്യൂബിട്ട് മമ്മി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴെല്ലാം വിശ്വാസം നഷ്ടപ്പെടാണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം മമ്മിയുടെ തൊണ്ടയിൽ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും ഇതുവരെയായിട്ട് യാതൊരു മാറ്റവുമില്ല, അങ്ങനെ തന്നെയാണ്, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ആജീവനാന്തകാലം മുഴുവനും ഈ ട്യൂബ് ഇട്ടാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഏറ്റവും അവസാനം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ പറഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ശരിയാവില്ല, എന്നാലും നിങ്ങൾ വന്നതല്ല നോക്കിയേക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ കട്ടായി പോയ 2 നെർവിൽ 1 നെർവ് 100% പ്രവർത്തിക്കാൻ തുടങ്ങി. മറ്റേ നെർവ് പതുക്കെ ഒരു അനക്കവും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മമ്മി വായിലൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ലിക്വിഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ കട്ടി കുറഞ്ഞ സാധനങ്ങളും മമ്മിക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട്. അതും മാതാവ് ഈശോ വഴി സാധിച്ചു തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നീട് വൈഫിന് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. രൂപതയുടെ 350 പേര് എഴുതിയ എക്സാമിൽ വൈഫിന് 8ാമത്തെ റാങ്കിൽ എത്തിച്ചേരാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിയോഗം വെച്ചു. 34-40 വയസ്സിന് മുകളിലും പ്രായമുള്ള 2 കൂട്ടുകാർ, അവരുടെ വിവാഹം നടക്കാത്ത ഒരു വലിയ വിഷമത്തിൽ അവർ നടക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും ഇപ്പോൾ അവർ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ്.
അതും മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ആൻറ്റിയുടെ മകൻ്റെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ചിരുന്നു. കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒമിറ്റ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ ആ പ്രശ്നം പൂർണ്ണമായി മാറുകയും അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നു. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പലപ്പോഴും ഉടമ്പടിയിലായിരിക്കുമ്പോൾ പൂർണ്ണമായും ഒരു വിശ്വാസത്തിൽ വളരാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഈശോ വഴി സാധിച്ചു തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.